ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കുറെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഹിന്ദി ഒട്ടും അറിയാത്തവർ മാത്രം കാണുക എന്നുള്ളത്. ആ വീഡിയോയുടെ രണ്ടാം പാർട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, പാർട്ട് 2 ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഹിന്ദി അക്ഷരങ്ങൾ പഠിച്ചിട്ടും വായിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്, എഴുതാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരങ്ങൾക്ക് പുറമെ ദീർഘാക്ഷരങ്ങൾ കൂടിയ 481 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അത് നിങ്ങൾ പഠിച്ച് സെറ്റാക്കി വിചാരിക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് സെന്റൻസ് സ്വന്തമായി എഴുതാനൊക്കെ ഒന്ന് പഠിക്കണം. സെന്റൻസ് വാക്കുകൾ കൂട്ടിച്ചേർത്ത് സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയണം. അത് എന്ത് ചെയ്യണം എന്നുള്ള, അപ്പൊ നമ്മൾ എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുഞ്ഞു കുഞ്ഞു വാക്കിന്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെന്റൻസ് ആക്കണം. ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ നമ്മൾ ഹിന്ദി ഫുൾ സെറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്ഷരം പഠിച്ചു, ദീർഘാക്ഷരം പഠിച്ചു, 451 അക്ഷരം ഏത് വള്ളിയും പുള്ളിയും ഇട്ട് നിങ്ങൾ വായിക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇനി അടുത്തായി പഠിക്കേണ്ടത് എന്ത്? അടുത്തതായി നമ്മൾ പഠിക്കേണ്ടത് ഇതാണ് സംഭവം. നമ്മൾ പഠിക്കേണ്ടതാണ് വിഭക്തി പ്രത്യയം എന്ന് പറയുന്ന സാധനം. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് വിഭക്തി പ്രത്യയം എന്ന് ചോദിച്ചാൽ, ഹിന്ദി ഭാഷയിലെ 2 വാക്കുകൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ 2 വാക്കുകൾ അടുത്തടുത്ത് വെച്ച്, അല്ലെങ്കിൽ ഒരു 10 വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ 10 വാക്കുകൾ അടുത്തടുത്ത് വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അതൊരു സെന്റൻസ് ആവില്ല. അപ്പൊ അത് ആകെ പ്രയാസവും. ഹിന്ദി ഭാഷയിലെ 2 വാക്കുകളെ കൂട്ടിച്ചേർക്കണം. കൂട്ടിച്ചേർത്തെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ എനിക്ക് എൻ്റെ കയ്യിലൊരു പേനയുണ്ട്. ഞാൻ എന്ന് പറയുന്നു, പേന എന്ന് പറയുന്നു. മേം കലം എന്ന് പറഞ്ഞാൽ എൻ്റെ പേനയാവില്ല. അല്ലെ, രാജു കലം എന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ പേനയാവില്ല. അപ്പൊ എൻ്റെ എന്ന അർത്ഥം ചേർക്കാൻ എന്തോ ഒരു സാധനം നമ്മൾ അവിടെ ചേർത്തിട്ടുണ്ടല്ലോ. അതുപോലെ ഹിന്ദി ഭാഷയിലെ 2 രാജുവിൻ്റെ പിതാവ്, രാജു കെ പിതാ. അപ്പൊ നമ്മൾ ഇങ്ങനെ വാക്കുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ പേരാണ് വിഭക്തി പ്രത്യയം. അപ്പൊ നമ്മൾ ഹിന്ദി അക്ഷരം എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് ഹിന്ദി ഭാഷയിലെ 2 വാക്കുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായി തീർന്ന ഏതാനും ചില സംഭവങ്ങളെയാണ്, അതിനാണ് നമ്മൾ വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വിഭക്തി പ്രത്യയങ്ങൾ ഇത് എത്ര എണ്ണം ഉണ്ട് എന്നറിയോ? ഇത് നമുക്ക് 9 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണത്? 9 എണ്ണം. ഒന്ന് നേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല. അപ്പൊ എന്തിനാണ് നേ ഉപയോഗിക്കുന്നത്? അത് ഭൂതകാലങ്ങളിലാണ്, നമ്മൾ കഴിഞ്ഞു പോയ കാര്യം പറയുന്ന സമയത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ നേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, എന്നാൽ ഭൂതകാലങ്ങളിൽ ഉപയോഗിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. കോ എന്ന് പറഞ്ഞാൽ എന്താ? ക് ന് ലേ. അവൾക്ക്, അവന്, അവളെ, അവയെ എന്നൊക്കെ നിങ്ങൾ പറയണമെങ്കിൽ അവൾക്ക്, അവനെ, അവളെ, അവയെ, രാജുക്കോ, ജമീലാക്കോ, ഫാത്തിമാക്കോ, മുഹമ്മദ്ക്കോ, ജോൺക്കോ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവന് എന്നൊക്കെ, അവൾക്ക്, അവന്, അവളെ, അവയെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് പേരിന്റെ കൂടെ. ഇനി സേ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, കൊണ്ട്, കാൾ, ഓട്, മുതൽ, ആൽ, ആൾ എന്ന അർത്ഥങ്ങൾക്ക് നമ്മൾ സേ ഉപയോഗിക്കും. അപ്പൊ കൺഫ്യൂഷൻ ആവും. അതായത് സേ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, കേരൾ സേ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന്, രാമു സേ രാമുവിനെ കൊണ്ട്, ഫാത്തിമ സേ ഫാത്തിമയേക്കാൾ, രാമു രാജു സേ കഹ രാമു രാജുവിനോട് പറഞ്ഞു, ഏക് സേ 10 തക് 1 മുതൽ 10 വരെ, ആൽ ആൾ അതിനാൽ അവയേക്കാൾ എന്ന അർത്ഥങ്ങൾക്കൊക്കെ നമുക്ക് സേ ഉപയോഗിക്കും. അപ്പൊ ഒരു കൺഫ്യൂഷൻ, സർ ഞാൻ ഇൽ നിന്ന് എന്ന് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അതിന് സേ വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ മറ്റേയാൾ കൊണ്ട് എന്ന് ആക്കിയാൽ ഞാൻ എന്ത് ചെയ്യും? പക്ഷെ നിങ്ങൾ സേ ഇതിൽ ഏത് അർത്ഥത്തിന് വേണ്ടിയാണോ നിങ്ങൾ സേ ഉപയോഗിക്കുന്നത് അത് അർത്ഥം തന്നെയാണ് മറ്റേയാൾക്ക് ബോധ്യപ്പെടുക. കാരണം നിങ്ങൾ ഒരു ഹിന്ദി വാക്ക് ഉപയോഗിച്ച് പിന്നെ സേ എഴുതി മറ്റൊരു ഹിന്ദി വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ 2 വാക്കുകളുമാണ് തീരുമാനിക്കുന്നത് ഇവിടെ സേക്ക് ഏതർത്ഥം വേണമെന്നുള്ളത്. അത് നിങ്ങൾ മനസ്സോട് തീരുമാനിച്ചാൽ അത് തന്നെയാണ് ആര് വായിച്ചാലും കിട്ടുക. അപ്പൊ നേ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കോ എന്ന് പറഞ്ഞാൽ ക് ന് ലേ, അവൾക്ക്, അവനെ, അവളെ, അവയെ എന്ന അർത്ഥത്തിന് കിട്ടാൻ വേണ്ടി പേരിന്റെ കൂടെ കോ ചേർത്ത് കൊടുത്താൽ മതി. സേ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, കൊണ്ട്, കാൾ, ഓട്, മുതൽ, ആൽ, ആൾ എന്ന അർത്ഥങ്ങൾക്ക് നമ്മൾ സേ ഉപയോഗിക്കും. ഓക്കെ, പിന്നീട് നമ്മൾ കാ കേക്കി ആണ്. കാ കേക്കി ഇതിൽ ന്റെ ഉടെ ഉള്ളാലേ എന്നാണ്. ഇതിൽ കായുടെ അർത്ഥം ന്റെ ഉടെ ഉള്ളാലേ എന്നാണ്. കേയുടെ അർത്ഥം ന്റെ ഉടെ ഉള്ളാലേ എന്നാണ്. കീയുടെ അർത്ഥം ന്റെ ഉടെ ഉള്ളാലേ എന്നാണ്. അപ്പോ ന്റെ ഉടെ ഉള്ളാലേ എന്ന അർത്ഥങ്ങൾക്ക് കാക്കേക്ക് വെച്ചാൽ മതിയോ? മതി. എന്നാൽ ഏത് വെച്ചാലും മതിയോ? പോരാ. ചില സ്ഥലങ്ങളിൽ മാത്രമേ കാ വെക്കൂ, ചില സ്ഥലങ്ങളിൽ മാത്രമേ കെ വെക്കൂ, ചില സ്ഥലങ്ങളിൽ മാത്രമേ കീ വെക്കുള്ളൂ. അതെന്താന്നുള്ളത് നമ്മൾ പിന്നീട് മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുക, കാ കേക്കി എന്നുള്ളതിന് ഇന്ത്യ ഇവിടെ ഉള്ളാലെ എന്ന അർത്ഥമാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോ അവന്റെ, അവയുടെ, അവക്കുള്ള, അവളിലെ എന്ന അർത്ഥങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് കാ കേക്കി എന്നിവ വെച്ചുകൊടുത്താൽ മതി. രാജു ക, രാജു കെ, രാജു കി എന്നൊക്കെ വെച്ചുകൊടുത്താൽ മതി. അതിലേത് വേണമെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. പക്ഷെ ഇതിലേതെങ്കിലും ഒന്ന് വെച്ചാൽ ഈ 3 അർത്ഥം കിട്ടും.
ഇനി നമ്മൾ പഠിക്കേണ്ടത് മേം എന്നാണ്. നോക്കൂ, മാ എഴുതിയിട്ട് മുകളിൽ ഒരു വരയും കുത്തുമാണുള്ളത്. 2 വരയും കുത്തു പറഞ്ഞാൽ സർവനാമായി പോകും, അത് പിന്നെ പഠിക്കാം. മേം എന്ന് പറഞ്ഞാൽ ഇൽ എന്നാ. ജേബ് മേം പോക്കറ്റിൽ, സിർ മേ തലയിൽ, മൻമേ മനസ്സിൽ, കിതാബ് മേ പുസ്തകത്തിൽ, സ്കൂൾ മേ സ്കൂളിൽ, ഥൈലി മേ സഞ്ചിയിൽ എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് മേ ഉപയോഗിക്കാം. പർ എന്ന് പറഞ്ഞാൽ മീതെ മുകളിൽ നിന്ന. മീതെ മുകളിൽ. മേശ് പർ കിതാബ് ഹേ, മേശപ്പുറത്ത് പുസ്തകമുണ്ട്. ഗർ പർ ബില്ലി ഹേ, വീടിന് മുകളിൽ പൂച്ചയുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടിന. ഖാനെ കെലിയെ കഴിക്കാൻ വേണ്ടി, ലിഖിനെ കെലിയെ എഴുതാൻ വേണ്ടി, ബോലിനെ കെലിയെ പറയാൻ വേണ്ടി, ദേക്കിനെ കെലിയെ കാണാൻ വേണ്ടി, ഷാദി കെലിയെ കല്യാണത്തിന് വേണ്ടി, സിനിമ ദേക്കിനെ കെലിയെ സിനിമ കാണാൻ വേണ്ടി. ഇങ്ങനെ എന്തിനു വേണ്ടി, നമ്മൾ വേണ്ടി എന്ന അർത്ഥത്തിന് വേണ്ടിയാണ് നമ്മൾ കേലി ഉപയോഗിക്കുന്നത്. ഈ 9 എണ്ണം പഠിച്ചെങ്കിൽ മാത്രമേ ഹിന്ദിയിലെ സെന്റൻസുകൾ ഉണ്ടാക്കാനുള്ള ആദ്യ സ്റ്റെപ്പാണ്. അപ്പൊ ഇത് പഠിക്കണം. ഇത് കഴിച്ചിട്ട് നമുക്ക് വേറെ സർവനാമങ്ങൾ പഠിക്കാനുണ്ട്, കാക്കേക്കിയിൽ ഏത് വേണമെന്നുള്ളതൊക്കെ പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേക്കോസെ, നേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കോ കീനുളയെ, സെ ഇൽ നിന്ന് കൊണ്ട് കാളോട് മുതലാൾ, കാക്കേക്ക് ഇന്ത്യയുടെ ഉള്ളാലേ, മേം ഇൽ പർ മീതെ മുകളിൽ, കേലിയെ വേണ്ടി. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. നേക്കോസെ കാക്കേക്ക് മേം പർ കേലിയെ, നേക്കോസെ കാക്കേക്ക് മേം പർ കേലിയെ. എങ്ങനെ പഠിച്ചതിന് ശേഷം ഈ അർത്ഥം മുഴുവൻ നിങ്ങൾ ഇത്രയും സെറ്റാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെന്റൻസ് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വാക്കിന്റെ അർത്ഥം കുറച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇത്തരം ഈ സംഭവങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ നോക്ക്, നേക്കോസെ കാക്കേക്ക് മേം പർ കേലിയെ 9 എണ്ണാണ്. നേക്കോസെ കാക്കേക്ക് മേം പർ കേലി. ഇതിങ്ങനെ പഠിക്കണ്ട. നേം കോം സെങ് കാം കേം കി അങ്ങനെ പഠിക്കണ്ട. 3 സെക്കൻഡ്. നേക്കോസെ കാക്കേക്ക് മേം പർ കേലിയെ, നേക്കോസെ കാക്കേക്ക് മേം പർ കേലിയെ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര കാലം കഴിഞ്ഞ് നിങ്ങൾ കഥ എഴുതാനും കവിത എഴുതാനും സെന്റൻസ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് വാക്കുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ 9 എണ്ണം മതി. 10ാമതൊന്നും വേണ്ടതില്ല. അപ്പൊ ഇത് നിങ്ങൾ ആദ്യം സെറ്റാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സെന്റൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് നീക്കാൻ പറ്റൂ. നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം നമ്മൾ പഠിക്കണം. തുടർന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ആപ്പുകളിലൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അസ്ത്ര 2.0 ബാച്ചിലേക്ക്, 1ാമത്തെ ബാച്ചിൽ 25,000 ആളുകൾ ചേർന്നു. അത് ഫില്ലായി. നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോൾ 2ാമത്തെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ബാച്ചിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ചാപ്റ്ററുകളൊക്കെ നമ്മൾ കൃത്യമായി തുടങ്ങി. 3ാമത്തെ ചാപ്റ്റർ നമ്മൾ ആപ്പിലുകളൊക്കെ നമ്മൾ തീർന്നു കഴിഞ്ഞു. പുതുതായി ജോയിൻ ചെയ്യുന്നവർക്ക് 1ാമത്തെ പാഠം മുതൽ ഗ്രാമർ ക്ലാസ് എല്ലാം തന്നെ വീണ്ടും കിട്ടി തുടങ്ങും. അപ്പോൾ നമുക്ക് ഫുൾ സെറ്റ് ആക്കേണ്ടതുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് വാങ്ങിയിട്ട് ഹിന്ദിയിൽ ഫുൾ മാർക്ക് കിട്ടാതായി പോയിട്ടില്ല. നമുക്ക് ഫുൾ മാർക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കുക. പ്രഗത്ഭരായ അധ്യാപകരാണ് എല്ലാ വിഷയവും കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായി നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എക്സാമുകളും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9995400800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. എന്നിട്ട് നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കാം. അപ്പം നമുക്ക് കൂടുതലായിട്ട് ആപ്പുകളിൽ കാണാം. വീഡിയോ ആയിട്ട് വീണ്ടും വരികയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.